വാർത്തകളിലേക്ക് വിശദമായി. അവസാനിക്കാത്ത അരുംകൊലകൾ. തലശ്ശേരി ന്യൂമാഹിയിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ഹരിദാസിന് നാടിന്റെ അന്ത്യാഞ്ജലി. ഹരിദാസിന്റെ സംസ്കാരം കുന്നോലിലെ വീട്ടുവളപ്പിൽ നടന്നു. പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ നാട് വിങ്ങിപ്പൊട്ടി. സംഭവത്തിൽ BJP കൌൺസിലർ അടക്കം 7 പേർ കസ്റ്റഡിയിലായി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാളും ഇരുമ്പ് ദണ്ഡും ഹരിദാസിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കണ്ടെത്തി. കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സന്നാഹം ശക്തമാക്കി. 6 പേരിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 6 പേര് നമ്മ ഇപ്പോൾ വന്ന ആളോടൊപ്പം 7. അപ്പോൾ ഇതുവരെ പ്രതിയായിട്ട് ആരെയും നാം തീരുമാനിച്ചിട്ടില്ല. ഈ നേരത്തെ ഒരാഴ്ച മുമ്പ് ഉണ്ടായ അടി സംഭവത്തിൽ നേരിട്ട് പങ്കുള്ളവർ, അത് തിരിച്ചടിയായിട്ട് ചെയ്യാൻ സാധ്യത ഉള്ളവർ, അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാകാൻ സാധ്യത ഉള്ളവർ, മറ്റ് സൂചനകളുടെ അടിസ്ഥാനത്തിൽ സംശയത്തിലുള്ളവരാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വിവരങ്ങളുമായി അശ്വിനും വിനേഷ് കുമാറും ചേരുകയാണ്. ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, പല സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നാട് വിട പറഞ്ഞത്? രേണുക, 14 കേന്ദ്രങ്ങളിൽ, പരിയാരം മെഡിക്കൽ കോളേജ് മുതൽ പുന്നൂരിലെ വീട് വരെയുള്ള സ്ഥലങ്ങളിൽ 14 കേന്ദ്രങ്ങളിലായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ എന്നാൽ അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ആളുകൾ ഹരിദാസിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി, അന്തിമോപചാരങ്ങൾ അർപ്പിക്കാൻ വേണ്ടി തിങ്ങിക്കൂടിയിരുന്നു. അതുകൊണ്ട് പലയിടങ്ങളിലും ഈ വിലാപയാത്ര നിർത്തി പതുക്കെയാണ് കടന്നു വന്നത്. തലശ്ശേരി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷം പുന്നൂരിലെ പാർട്ടി ഓഫീസിലും പൊതുദർശനമുണ്ടായിരുന്നു. പിന്നീട് വീട്ടിൽ പൊതുദർശനമുണ്ടായി. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. 5:30യോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അടക്കമുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു അനുശോചന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരിദാസിന്റെ വീടിന് സമീപം ഒരു അനുശോചന യോഗം നടക്കുന്നു. CPM ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ, രാവിലെ മുതൽ തന്നെ CPM ഇക്കാര്യത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്ന ഒരു കാര്യം, RSS വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കൊലപാതകമാണ് ഇത് എന്നതാണ്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അത് 2018 കണ്ണിപ്പൂൽ ബാബുവിനെ ഒരു പഠന ശിബിരത്തിന് ശേഷം CPM RSS പ്രവർത്തകർ, CPM പ്രാദേശിക നേതാവായിരുന്ന കണ്ണിപ്പൂൽ ബാബു 2018 കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ന്യൂമാഹി തലശ്ശേരി ഭാഗങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ വീണ്ടും ഒരു പഠന ശിബിരം RSS നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. അത് വളരെ ആസൂത്രിതമായി കണ്ണൂർ ജില്ലയിൽ അശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്തരത്തിലൊരു കൊലപാതകം എന്നുള്ള ആരോപണം CPM ഉന്നയിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും RSS വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് കൊലപാതകമാണിത് എന്നുള്ളൊരു ആരോപണം CPMന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ആരാണോ കൊലപാതകം നടത്തിയത് അവരെ എത്രയും വേഗം പിടികൂടണം എന്നൊക്കെയുള്ള ഒരു ആവശ്യം CPM മുന്നോട്ട് വെക്കുന്നു. ഇപ്പോൾ അനുശോചന യോഗം, വീടിനടുത്ത് തന്നെ അനുശോചന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരായി രാജൻ സംസാരിക്കുന്നു. നേരത്തെ ശരിയാശനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ അനുശോചന യോഗം ചേരുകയാണ് അവിടെ. ഇപ്പോൾ വിനേഷ് കുമാറും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നോക്കിയാൽ 7 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരമുണ്ട്. ഇവരുടെ അറസ്റ്റ് എപ്പോൾ രേഖപ്പെടുത്തും? എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത്? രേണുക, ഈ 7 പേർ RSS പ്രവർത്തകരാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഔദ്യോഗികമായി പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ കസ്റ്റഡിയിലായവരാണ് ഇത്രയും പേർ. ന്യൂമാഹി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെയാണ് ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ ഇപ്പോഴും കമ്മീഷണർ നേരിട്ട് ഇടപെട്ടത്. കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മാസം 8-നാണ് ഇത് സംബന്ധിച്ച് ഒരു സംഘർഷമുണ്ടായത്. സംഘർഷം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ ഒരു ക്ഷേത്രത്തിൽ, സമീപത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായത്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട
ഹരിദാസിനെയും അതുപോലെ തന്നെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചിരുന്നു. ഇത് RSS പ്രവർത്തകരാണെന്നാണ് CPM പറയുന്നത്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളവർ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കൊലയാളി സംഘത്തിൽ ഇതിൽ നിന്ന് ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കൃത്യമായൊരു വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇതിൽ അത്തരത്തിൽ അറസ്റ്റ് നടപടി ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ പുറത്തു വിടുകയുള്ളൂ. എന്തായാലും അന്നത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ളൊരു പ്രസംഗം, വളരെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയിരുന്നു. കാരണം ഈ അമ്പലത്തിൽ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലിജേഷ് എന്ന് പറഞ്ഞിരിക്കുന്ന RSS പ്രവർത്തകനാണ്. ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇയാൾ സ്ഥലത്തെ വാർഡ് കൗൺസിലറാണ്. ഇത് തലശ്ശേരി നഗരസഭയുടെ കീഴിൽ വരുന്ന പ്രദേശമാണ്. ഇവിടെ ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. പക്ഷേ ആരുടെയും അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ 4 പേരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. പക്ഷേ ഇപ്പോൾ 7 പേരോളം കസ്റ്റഡിയിലുണ്ട്. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ടോ? അതുകൂടി അന്വേഷിച്ച് അങ്ങനെയുള്ളവരെ കൂടിയാണോ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? രേണുക, പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ സംഘത്തിലുള്ളവർക്ക്, ഈ കൊലയാളി സംഘത്തിലുള്ള ചിലരെങ്കിലും ഇതിനകത്തുണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രേണുക സൂചിപ്പിച്ച പോലെ തന്നെ 4 പേർ ഈ കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന് ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഇത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇന്ന് രാത്രിക്കകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയും. കൊലയാളി സംഘത്തിന് കൃത്യമായി തന്നെ, വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇങ്ങനൊരു കൊല നടത്തി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം കഴിഞ്ഞ ഈ സംഭവം നടന്നതിന് ശേഷം ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 വിഭാഗവും തമ്മിൽ ഭീഷണികളും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ കൊല്ലപ്പെട്ട ഹരിദാസിനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുരേന്ദ്രൻ ഉൾപ്പെടെ വലിയ തോതിൽ തന്നെ ഭീഷണി നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവരുൾപ്പെടെയുള്ള ആളുകൾ മറ്റ് ജോലിക്കോ മറ്റോ പോകാതെ തന്നെ വീട്ടിലിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇവർ മത്സ്യബന്ധനത്തിന് പോയി വരുന്നതിനിടയിലാണ് പുലർച്ചെ 2 മണിയോടുകൂടി അദ്ദേഹം നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നത്. എന്തായാലും വളരെ ആസൂത്രിതമായുള്ള ഒരു കൊലപാതകമാണ്. S വിനേഷ് കുമാറും അശ്വിൻ വല്ലത്തുമാണ് വിവരങ്ങൾ നൽകിയത്. പുലർച്ചെ 2 മണിക്കാണ് മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വരുമ്പോൾ ഹരിദാസിനെ വീട്ടുമുറ്റത്ത് വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 2 ബൈക്കുകളിലെത്തിയ കൊലയാളി സംഘം ഹരിദാസിന്റെ ഇടതുകാൽ വെട്ടിമാറ്റി. വീട്ടുകാർക്ക് മുന്നിലിട്ടായിരുന്നു കൊല. അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ ചെറിയ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. രണ്ട് ബൈക്കുകളിലായെത്തിയ അക്രമി സംഘം ഹരിദാസിനെ ദേഹമാസകലം വെട്ടി. പ്രദേശവാസികൾ ഹരിദാസിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെത്തിച്ചെങ്കിലും വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കേറ്റം അമ്പലത്തിലെ ഉത്സവത്തിനിടെ തർക്കമായി മാറിയിരുന്നു. എന്നാൽ ഇത് വലിയ സംഘർഷമായിരുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു കടൽ തൊഴിലാളിയാണ്, അല്ലാതെ മറ്റ് പ്രകോപനപരമായ ഒരു കാര്യങ്ങളിലും ഇടപെട്ടതായിട്ട് നാളിതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു സമാധാന അന്തരീക്ഷം പുലരുന്നിടത്ത് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ എന്തായാലും അപലപനീയം തന്നെയാണ്. സഹോദരൻ സുരേന്ദ്രനെയാണ് സംഘം ലക്ഷ്യം വെച്ചിരുന്നതായും സൂചനയുണ്ട്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S വിനേഷ് കുമാർ, News 18 കണ്ണൂർ. തലശ്ശേരി കൊലപാതകത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPM-ഉം ആരോപണം അടിസ്ഥാനരഹിതമെന്ന് BJP-യും പ്രതികരിച്ചു. കൊലപാതകം പോലീസിന്റെ പരാജയം മൂലമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇതിനായി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. പരിശീലനം ലഭിച്ച RSS സംഘമാണ് തലശ്ശേരി കൊലപാതകത്തിന് പിന്നിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഹരിദാസിനെ വധിക്കാൻ പ്രൊഫഷണൽ രീതിയാണ് RSS സ്വീകരിച്ചതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും ആരോപിച്ചു. ആ പരിശീലനത്തിൽ പങ്കെടുത്തവരാണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിലെന്നുള്ള സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് RSS നടത്തുന്ന ഇത്തരം അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായി ഒരന്വേഷണം നടത്തണം. ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായുള്ള നടപടി സ്വീകരിക്കണം. ഈ കൊലപാതകം പൈശാചികവും ക്രൂരവുമായ ഒന്നാണ്. കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ആരും ഒന്നും നേടൂല. ആരോപണം BJP നേതാക്കൾ നിഷേധിച്ചു. കൊലപാതകം പ്രാദേശികമായ പ്രശ്നമാണെന്നും അതിൽ BJP-ക്കോ RSS-നോ ബന്ധമില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. CPM ഏകപക്ഷീയമായി പ്രശ്നമുണ്ടാക്കുകയാണെന്നും
യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യമാണ് നേതാക്കൾ പറയുന്നതെന്നും BJP കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ N. ഹരിദാസൻ പ്രതികരിച്ചു. കൊലപാതകം ദൗർഭാഗ്യകരമാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടായ സംഭവത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തട്ടെ. സത്യസന്ധമായ നീതി നിർവഹണം നടത്തുന്ന ആളുകളെ കൊണ്ട് അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത കണ്ടെത്തട്ടെ. അല്ലാതെ കണ്ണൂരിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു ഉടനടി RSS ആണ് BJP ആണ് എന്ന രീതിയിലേക്ക് നിഗമനത്തിലേക്ക് CPM അന്വേഷണ സംഘമായി മാറുന്നത് ശരിയല്ല. അതേസമയം തലശ്ശേരി കൊലപാതകം പോലീസിന്റെ പരാജയം മൂലമെന്നായിരുന്നു KPCC പ്രസിഡന്റ് K. സുധാകരന്റെ പ്രതികരണം. കൊല്ലാനും കൊല്ലിക്കാനും പരിശീലനം നൽകുന്ന പാർട്ടികളായി CPM-ഉം BJP-യും മാറി. ഇവിടെ പോലീസ് സംവിധാനമില്ല, ക്രമസമാധാനം പാലിക്കാൻ പോലീസ് സംവിധാനമില്ലാത്തൊരു നാടായി, അനാഥത്വത്തിന്റെ വിളനിലമായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തലശ്ശേരി കൊലപാതകത്തെ ശക്തമായി അപലപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിഷ്കളങ്കരായ യുവാക്കൾ കൊല്ലപ്പെടുന്നത് ദൗർഭാഗ്യകരമാണ്. ആരും നിയമം കയ്യിലെടുക്കരുത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. ഹരിദാസിന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ സുരേന്ദ്രൻ ന്യൂസ് 18നോട്. പുന്നോൾ ക്ഷേത്രത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകർ ആക്രമിച്ചു. BJP നേതാവ് ലിജേഷ് പരസ്യമായി ഭീഷണി മുഴക്കിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇവിടെയുള്ള ആള് പുറത്തുള്ള ആളുണ്ടാവും, ഇവിടെയുള്ള ആളുണ്ട്. അതിനുശേഷം അവർ ഭീഷണിപ്പെടുത്തല്ലാണ്ട് അതിനുശേഷം സംഘർഷമല്ല. പണിക്ക് പോക്കില്ല, രണ്ടാളും പോക്കില്ല. പണിക്ക് പോകുമ്പോൾ പിടിക്കാൻ പറ്റൂ. ഇന്നലെ പണിക്ക് പോയതാ. ഓരോ ഭീഷണി ഇന്ന് രാത്രിയിലെ പോണ്ടേ. RSS BJP ഇവിടുത്തെ ലിജേഷ് കൗൺസിലറായ കൊമ്പല്ല ലിജേഷ് കൊല്ലും തന്നെ RSS വൈകാരിക മെടുത്തിന് അവർ പൊതുയോഗത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണത്തെ നടൻ ദിലീപ് എതിർക്കുന്നത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി. ആക്രമണത്തിനിരയായ നടിയെ കേസിൽ കോടതി കക്ഷി ചേർത്തു. വധശ്രമ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സഹോദരി ഭർത്താവ് സുരാജിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ ചോദ്യം. കേസിൽ വിശദമായ അന്വേഷണം നടന്നാൽ ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണെങ്കിലും പുറത്തുവരില്ലേ എന്നും കോടതി ചോദിച്ചു. തുടരന്വേഷണം വേണോ എന്ന് അന്വേഷണ ഏജൻസിയല്ലേ തീരുമാനിക്കേണ്ടതെന്നും കോടതി ആരാഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ ദുർബലമായതിനാൽ ആ കേസിലേക്കുള്ള തെളിവ് ശേഖരണമാണ് അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യമെന്ന് ദിലീപ് വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസും സംവിധായകൻ ബാലചന്ദ്രകുമാറും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് കേസിന് പിന്നിലെന്നും ദിലീപ് വാദിച്ചു. ദിലീപിന്റെ ഹർജി തള്ളണമെന്ന് ആക്രമണത്തിനിരയായ നടി കോടതിയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണവും തുടരന്വേഷണവും തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. പ്രതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനാവില്ല. തന്റെ ഭാഗം കേൾക്കാതെ ഹർജിയിൽ നടപടിയെടുത്താൽ തനിക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടമുണ്ടാകുമെന്ന് നടി കോടതിയെ അറിയിച്ചു. തുടർന്ന് മൂന്നാം കക്ഷിയായി നടിയെ കേസിൽ ഉൾപ്പെടുത്തി. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ചോദ്യം ചെയ്തു. പ്രതികളുടെ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ദിലീപിന്റെ സഹോദരൻ അനൂപിന് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്ത് ക്രൂരമർദ്ദനമേറ്റ 2 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. കുട്ടിയെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. അടുത്ത 72 മണിക്കൂർ നിർണായകമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരമാണ് ശരീരമാസകലം പരിക്കേറ്റ 2 വയസ്സുകാരിയെ അപസ്മാര ലക്ഷണങ്ങളുമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിച്ചത്. ആദ്യം ICUവിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിയുടെ ശരീരമാസകലം പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാതാവിനോട് വിവരങ്ങൾ തിരക്കിയെങ്കിലും പരസ്പരവിരുദ്ധമായ മറുപടിയാണ് ഡോക്ടർമാർക്ക് ലഭിച്ചത്. സംശയം തോന്നിയ ഡോക്ടർമാർ തൃക്കാക്കര പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമല്ലെന്നും 72 മണിക്കൂർ ഏറെ നിർണായകമാണെന്നും ഡോക്ടർമാർ. ഫിക്സ് ആയിട്ടാണ് പ്രിഡോമിനൻ്റ്ലി കുട്ടീനെ സമരറ്റൻ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ അടുത്തോട്ട് റെഫർ ചെയ്തു വന്നേ. അതിൻ്റെ കൂടെ തന്നെ കുട്ടിക്ക് ശരീരാസകലം കുറേ മുറിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വെന്റിലേറ്ററിലാണ്. അപ്പോൾ അമ്മ പറയുന്നത് കുട്ടി തനിയെ മുറിവുണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇപ്പം പീഡിയാട്രിക് ICUവിലാണ്. അപ്പം ഞങ്ങൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് നോക്കുന്നത്. ഇന്നത്തെ ഒരു 72 മണിക്കൂർ എപ്പോഴും ക്രിട്ടിക്കലാണ്. പോലീസിന് നൽകിയ മൊഴിയിലും കുട്ടി വീണ് പരിക്കേറ്റതാണെന്ന് മാതാവ് ആവർത്തിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ഇന്ന് 4069 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 42,700 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.52 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11 മരണമാണ് സ്ഥിരീകരിച്ചത്. രേഖകൾ വൈകി ലഭിച്ച 76 മരണവും അപ്പീൽ നൽകിയ 41 മരണവും ഉൾപ്പെടെ ആകെ മരണം 64,273.
വാർത്തകൾ തുടരുന്നു. തുറന്നു പറഞ്ഞ് അമിത്ഷാ. ഹിജാബ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്കൂളുകളിലെ ഡ്രസ് കോഡ് എല്ലാ മതസ്ഥരും പാലിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് അമിത്ഷാ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശം പാലിക്കണം. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. क्या आप मानते हैं कि मुसलमान औरतों लड़कियों के लिए ये हिजाब का मुद्दा जायज मुद्दा है? क्या रिलीजियस राइट जो हैं वो इंस्टीट्यूशंस में, मतलब स्कूल्स में, इंस्टीट्यूशंस में इनका एक प्राथमिकता होनी चाहिए? वो ओवरराइड कर सकती हैं? देखिए, मेरा व्यक्तिगत मानना है जी कि स्कूल के ड्रेस कोड को सभी धर्म के लोगों ने अपनाना चाहिए और मामला अब कोर्ट में है. कोर्ट ने अभी स्टे दिया है, कोर्ट सुनवाई कर रही है. अदालत का जो फैसला है वो सबने मानना चाहिए. देश को अल्टीमेटली संविधान के आधार पर चलाना चाहते हैं या व्यूम्स के आधार पर चलाना, वो तय करना पड़ेगा. मेरी व्यक्तिगत मान्यता तब तक ही रहती है जब अदालत फैसला नहीं करती. एक बार अदालत फैसला करती है तो फिर मुझे भी इसको स्वीकार करना चाहिए, सबने इसको स्वीकार. परंतु मैं व्यक्तिगत रूप से मानता हूं कि स्कूल के ड्रेस कोड और स्कूल के यूनिफॉर्म के हिसाब से ही सभी बच्चों ने वहां पढ़ाई लिखाई से ऊपर रखना चाहिए. ഉത്തർപ്രദേശിൽ ബിജെപി കൂറ്റൻ ജയം നേടുമെന്നും അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ തവണ സർവേകൾ 238 സീറ്റാണ് ബിജെപിക്ക് പ്രവചിച്ചത്. എന്നാൽ 325 സീറ്റുമായി ആയിരിക്കും ബിജെപി അധികാരത്തിൽ എത്തിയത്. ഇത്തവണയും ഇതുപോലെ കൂറ്റൻ ജയമായിരിക്കും ഉണ്ടാവുക. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ നൽകിയ ഏറ്റവും ദീർഘമായ അഭിമുഖമാണ് ഇത്. ഹിജാബ്, കർഷക പ്രശ്നങ്ങളിലും അമിത്ഷാ നിലപാട് വ്യക്തമാക്കി. ज्यादातर अगर सर्वे को देखें अमित शाह जी, तो 230 से 260 सीट्स आपको दी जा रही थी. तो आप देखिए, 2017 के सर्वे का एवरेज 238 था और हमें 325 सीटें मिली थी. कई बार सर्वे में परसेप्शन भी बहुत महत्व रखता है, क्योंकि सारे सर्वे करने वाले अपनी क्रेडिबिलिटी को सर्वे के साथ जोड़ते हैं. और दूसरा, जो सर्वे करने वाले को भी जनता बताती है वो हमेशा सच हो वो जरूरी नहीं. ढेर सारे कंसिडरेशन होते हैं, कौन आया है, कहां से आया है, कुछ मालूम नहीं है. सब लोग संभल कर बोलते हैं, चुप कर जाते हैं, और जो चुप कर जाते हैं इसका वोट कभी सर्वे में रिफ्लेक्ट नहीं करता है. അമിത്ഷായുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 18 കാണാം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ. മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളിച്ച് വൈകുന്നേരം വരെ അധ്യയനം നടന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കുട്ടികളും സ്കൂളുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരുമിച്ച് എല്ലാ കുട്ടികളെയും കാണാൻ കഴിയും. ടീച്ചറിന്റെ അടുത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കാൻ കഴിയും. വളരെ സന്തോഷത്തിലാണ്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ പഴയതുപോലെ ആയതുകൊണ്ട് പഴയതുപോലെ കളിച്ചും ചിരിച്ചൊക്കെ പഠിക്കാനൊക്കെ പറ്റും. നിർദ്ദേശമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് പാലിക്കണം, സാനിറ്റൈസർ കൊണ്ടുവരണം. അങ്ങനെ ഫുൾ സെക്യൂർഡ് ആയിട്ടാണ് ഇപ്പോൾ ക്ലാസ്സൊക്കെ വീണ്ടും തുറന്നിരിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലായി 47 ലക്ഷം വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലേക്ക് എത്തിയത്. പുതുക്കിയ മാർഗരേഖ പ്രകാരം ഷിഫ്റ്റുകളില്ലാതെ വൈകുന്നേരം വരെയാണ് ക്ലാസുകൾ. പ്രീ പ്രൈമറി ക്ലാസുകൾ പകുതി കുട്ടികളെ ഉൾക്കൊള്ളിച്ച് തിങ്കൾ മുതൽ വെള്ളി വരെ നടക്കും. സ്കൂളുകൾ പൂർണ്ണതോതിൽ തുടർന്നതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സന്തോഷത്തിലാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കുട്ടികളും സ്കൂളുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഹ്ലാദകരമായ ദിനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മക്കളുടെ വിദ്യാഭ്യാസമാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ആഹ്ലാദത്തിലാണ്, കുട്ടികളും ആഹ്ലാദത്തിലാണ്, രക്ഷകർത്താക്കളും ടീച്ചർമാരും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നു മുതൽ ഓൺലൈൻ ക്ലാസുകൾ നിർബന്ധമല്ല. ആവശ്യമുള്ള അധ്യാപകർക്ക് മാത്രം ക്ലാസുകൾ എടുക്കാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്കൂളുകൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ ഏപ്രിലിൽ വാർഷിക പരീക്ഷയും 10-12 ക്ലാസുകളിൽ അടുത്ത മാസം പൊതുപരീക്ഷയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി പാഠഭാഗങ്ങൾ കൃത്യമായി തീർക്കേണ്ടതിനാലാണ് സ്കൂളുകളിലെ പുതിയ ക്രമീകരണം. ന്യൂസ് 18
തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. ഗംഗേശാനന്ദയെ ആക്രമിച്ചതിൽ പരാതിക്കാരിയായ പെൺകുട്ടിക്കും പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. തന്റെ കാമുകനാണ് ഗംഗേശാനന്ദയുടെ ലിംഗം മുറിച്ചതെന്ന് പെൺകുട്ടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ പെൺകുട്ടിയെയും പ്രതി ചേർത്തേക്കും. കെ.ടി. ജലീലുമായി രഹസ്യ ചർച്ച നടത്തിയ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്തി മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പോസ്റ്റിൽ ജനകീയ ആസൂത്രണത്തിന് ഏറെ പിന്തുണ നൽകിയ നേതാവെന്ന് വിശേഷിപ്പിക്കുന്നു. അതേസമയം ഐസക്കിന്റെ അഭിപ്രായം CPM-ന്റേതാണെന്ന് കരുതുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ പറഞ്ഞു. CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കായംകുളം MLA യു പ്രതിഭ. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതോ കായംകുളത്തെ വോട്ട് ചോർച്ചയോ പരിശോധിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന് പ്രതിഭ കുറിപ്പിൽ വിമർശിച്ചു. കുതന്ത്രം മെനയുന്ന നേതാക്കന്മാർ ചവറ്റുകുട്ടയിലാകുന്ന കാലം വിദൂരമല്ലെന്നും പ്രതിഭ പറഞ്ഞു. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട 5ാമത്തെ കേസിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് 5 വർഷം തടവ് ശിക്ഷ. 60 ലക്ഷം രൂപ പിഴയായി അടയ്ക്കണമെന്നും കോടതി വിധിച്ചു. ആദ്യ 4 കേസുകളിലും RJD അധ്യക്ഷന് തടവ് ശിക്ഷ വിധിച്ചിരുന്നു. 2017 ഡിസംബർ മുതൽ 3.5 വർഷം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷമാണ് ലാലു പ്രസാദ് യാദവിന് ജാമ്യം ലഭിച്ചത്. ലാലു ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെയാണ് മൃഗക്ഷേമ വകുപ്പിൽ 950 കോടി രൂപയുടെ കാലിത്തീറ്റ കുംഭകോണം നടന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് കർണാടകയിലെ ശിവമോഗ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു, കടകൾക്ക് നേരെ കല്ലേറും ആക്രമണവും ഉണ്ടായി. സ്കൂളുകളും കോളേജുകളും അടച്ചു. ഇന്നലെ രാത്രിയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകനും തയ്യൽ തൊഴിലാളിയുമായ ഹർഷ കൊല്ലപ്പെട്ടത്. ഹിജാബ് പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള സംഘർഷത്തിലാണ് ഹർഷ കൊല്ലപ്പെട്ടതെന്ന് ബജ്രംഗ് ദൾ ആരോപിച്ചു. എന്നാൽ ഹിജാബ് പ്രതിഷേധവും കൊലപാതകവും തമ്മിൽ ബന്ധമില്ലെന്ന് പോലീസ് അറിയിച്ചു. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.